തൃശ്ശൂരിൽ പട്ടാപ്പകൽ വൻ സ്വർണ്ണ കവർച്ച. സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നു. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? കേരളത്തിലെ ക്രമസമാധാന നില എത്ര ഭദ്രം അല്ലേ? ക്രമസമാധാന നില സൂക്ഷിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന പോലീസ് ഓഫീസറെ എന്ത് വില കൊടുത്തും നിയന്ത്രിക്കാനാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ADGP ആയി ഈ ക്രമസമാധാന നില ചുമതലയുള്ള ADGP മാറ്റുന്ന പ്രശ്നമില്ല. കാരണം അദ്ദേഹം അത്രമാത്രം നല്ല ഒരു സേവനമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? പട്ടാപ്പകൽ പോലും കേരളത്തിലെ റോഡിൽ വെച്ച് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് കാറും തട്ടിയെടുത്ത് 2.5 കിലോ സ്വർണം കവർന്നിരിക്കുന്നു. ഇത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിലായിരുന്നെങ്കിലോ, UP യിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിലോ, ഇതൊന്നും സർക്കാർ ഇയാളെ കൊണ്ട് ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ഇറങ്ങി പോണം. അവിടുത്തെ നമ്മുടെ UP യിലാണെങ്കിൽ UP യിലെ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞ് കേരളത്തിൻ്റെ പോലീസ് സംവിധാനം മുഴുവനും തകർന്നിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ പോലീസിനെ മനോവീര്യം കെടുത്തുന്ന ഒരു പ്രവൃത്തിയല്ല മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ചെയ്യാനുള്ളത്. ശരി തന്നെ, പക്ഷേ അടച്ചാക്ഷേപിക്കുകയല്ല. ഒരു കഴിവുകെട്ട ഭരണാധികാരിയുടെ കീഴിൽ പോലീസ് വകുപ്പ് നിയന്ത്രിക്കപ്പെടുകയും അത് ചില ഉദ്യോഗസ്ഥന്മാർ അതിനെ ഹൈജാക്ക് ചെയ്ത് സ്വന്തം കക്ഷത്ത് വയ്ക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ഒന്നും പറയാതിരിക്കുകയും അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഭരണകൂടം ഇരിക്കുമ്പോൾ കേരളത്തിൽ ഇതുപോലെ സ്വർണം മാത്രമല്ല, ആൾക്കാരെ വേണമെങ്കിൽ തട്ടിക്കൊണ്ടുപോകും, നടു റോഡിലിട്ട് ആൾക്കാരെ കുത്തിക്കൊല്ലും. ഇതൊക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോയമ്പത്തൂരിൽ നിന്നും കാറിൽ കൊണ്ടുവന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് ദേശീയപാതയിലെ കുതിരാൻ സമീപത്ത് വെച്ച് 3 കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം കവർന്നത്. കോയമ്പത്തൂരിൽ പണി കഴിപ്പിച്ച് തൃശ്ശൂരിലേക്ക് കാറിൽ കൊണ്ടുവന്നിരുന്ന 2.5 കിലോ സ്വർണമാണ് 3 കാറുകളിലായി മുഖം മറച്ചെത്തിയ സംഘം കവർന്നത്. സ്വർണം കൊണ്ടുവന്ന സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്നെത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തിയതിനു ശേഷം കാറിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയായിരുന്നു. സ്വർണ്ണ വ്യാപാരി തൃശ്ശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണിയെയും സുഹൃത്ത് റോജി തോമസിനെയും കത്തിയും കൈക്കോടാലിയും കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. തുടർന്ന് കാറിൽ നിന്നും ഇരുവരെയും പുറത്തിറക്കിയ ശേഷം സ്വർണവും കാറും കൈക്കലാക്കി. കവർച്ചാ സംഘം എത്തിയ കാറുകളിൽ ഇരുവരെയും കയറ്റി പുത്തൂരിൽ വെച്ച് അരുൺ സണ്ണിയെയും പാലിയേക്കരയിൽ വെച്ച് റോയി തോമസിനെയും ഇറക്കി വിടുകയും ചെയ്തു. സംഭവത്തിൽ PG പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും വരുന്നുണ്ട്. എന്തായാലും അക്രമികളെത്തിയ വാഹനങ്ങൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. സ്വാഭാവികമാണ്. നമ്മുടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു CCTV എന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരള പോലീസ് എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഇപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്തുണ്ടെങ്കിലും ഉടനെ CCTV പിടിക്കുകയാണ്. പോട്ടെ, CCTV എന്നുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് അത് ഉപയോഗിക്കാം, മാക്സിമം അത് ഉപയോഗിക്കാം. പക്ഷേ അതില്ലെങ്കിൽ പോലും ഈ കുറ്റവാളികളെ കണ്ടെത്തേണ്ടതാണ്. ഒരുപക്ഷെ ഈ കുറ്റവാളികളെ കണ്ടെത്തിയേക്കാം. എങ്കിലും ഈ കുറ്റവാളികൾക്ക് ഇത്രയും പട്ടാപ്പകൽ ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ലഭിക്കുന്നത് ഇവിടെ ഇതൊക്കെ ചെയ്താലും ഇതിനെ പിന്തുണ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെ കിട്ടും. അങ്ങനെ ഒരു ആരോപണം തന്നെ ഇപ്പോൾ ഒരു ഭരണകക്ഷി MLA പറഞ്ഞു. പോലീസിൻ്റെ സർവ്വ ഒത്താശയോടെയും കൂടെയാണ് കേരളത്തിൽ നടക്കുന്ന സ്വർണം പിടിച്ചുപറിയും സ്വർണം പൊട്ടിക്കലും സ്വർണം കടത്തുന്നവരെ പിടികൂടുന്നതുമൊക്കെ ഈ പോലീസിൻ്റെ ഒത്താശയോടെയാണ്. അങ്ങനെയാണ് സ്വർണം മുഴുവനും ഇവിടെ പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ സ്വർണം കവർച്ച ചെയ്യുന്നവർക്കെല്ലാം പോലീസിന്റെ ഒത്താശയുണ്ട് എന്ന് ഒരു ഭരണകക്ഷി MLA ആരോപണം ഉന്നയിച്ച് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതേ സംഭവം തൃശ്ശൂരിൽ തന്നെ ഒരു പട്ടാപ്പകൽ ദേശീയപാതയിൽ നടന്നത്. അപ്പോഴും മുഖ്യമന്ത്രി ഈ ക്രമസമാധാന നില ഭദ്രമാണെന്നും കേരളത്തിലെ പോലീസിന് മനോവീര്യം കെടുത്തരുതെന്നും ആ ക്രമസമാധാന നില ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു തരത്തിലും മാറ്റുകയില്ല എന്നും പറയുന്നത്. എന്തായാലും കേരള ജനത കാര്യങ്ങൾ നിശ്ചയിക്കുക.